എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് എവിടെയാണ് പോകുന്നത്? നമ്മളൊരു വേറെ ഒരു പുതിയ ട്രിപ്പിന് പോകുന്നു. നമ്മുടെ മഹാരാഷ്ട്രയിൽ തന്നെ പൂനെയിൽ നിന്ന് കുറച്ച് 4 hours ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഗോൾഡൻ മെലഡീസ് ടീമിൻ്റെ കൂടെ ഷിർഡി യാത്രക്ക് പോകുന്നു. ഷിർഡി എന്ന് വെച്ചാൽ നമ്മൾ സായിബാബേൻ്റെ സമാധിയായ ഒരു ടെമ്പിളാണത്. അപ്പം നമ്മൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫാമിലീസ് ഉണ്ട്, 16 people ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ ഗോൾഡൻ മെലഡീസിൻ്റെ ടീമിൻ്റെ കൂടിയാണ് നമ്മൾ പോയത്. നമ്മൾ ദിശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മാളുവിന് എക്സാം ആയതുകൊണ്ട്. അപ്പോൾ ഒരു 4-5 ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് നമ്മൾ പൂനെ സ്റ്റേഷനിൽ രാവിലെ 2:30-3:00 പൂനെ സ്റ്റേഷനിൽ ദാദർ വരുന്ന ട്രെയിനിൽ, ദാദർ ടു ഷിർഡിയിലേക്ക് വരുന്ന ട്രെയിനിൽ നമ്മൾ കയറിയിട്ട് എല്ലാവരും കൂടി കയറി പോകുന്ന കാഴ്ചയാണ്. എല്ലാവരും നല്ല അടിപൊളി ആൾക്കാരാണ്. അപ്പോൾ സീനിയർ സിറ്റിസൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, എന്നാലും നല്ല അടിപൊളി, നല്ല കോപ്പറേറ്റ് ചെയ്തൊരു ആൾക്കാരാണ്. എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കിടന്നുറങ്ങി. അതിനുശേഷം നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുറച്ചെല്ലാവരും കഴിച്ചുള്ളൂ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നതായിരുന്നു നമ്മളെ സംഗീത ആൻറ്റിയെല്ലാം നല്ല പൂ പോലത്തെ ഇഡ്ഡലിയായിരുന്നു, നല്ല സൂപ്പർ ഇഡ്ഡലിയായിരുന്നു. ഇഡ്ഡലി പിന്നെ നമ്മളെ ജലജയന്തി, പിന്നെ ചപ്പാത്തി ബെല്ലും അതെല്ലാം ഇട്ടിട്ട് ചപ്പാത്തി ആക്കിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ ദോശ, നമ്മളെ സംഗീതങ്ങളൊക്കെ ഉണ്ടാ അടിപൊളിയാണ് എല്ലാവരും. പിന്നെ എല്ലാവരും ദോശയും ഇഡ്ഡലിയും ചമ്മന്തിയും എല്ലാവരും നല്ല അടിപൊളിയൊക്കെ കഴിച്ചു. നമ്മളെ വീട്ടിൽ നിന്ന് കാപ്പി കൊണ്ടുവന്നേനു ഫ്ലാസ്കിൽ. അപ്പോൾ കാപ്പിയെല്ലാം കുടിച്ചു. ഫൈനലി ഒരു 9:30 ആകുമ്പോഴത്തേക്ക് നമ്മളെ ഷിർഡിയിലെത്തിയിട്ട് എല്ലാവരും ഇറങ്ങി. അറിയിക്കോ പെണ്ണല്ലേ പണി തരാൻ നിൽക്കുന്ന വെച്ച ഏത് പ്രോഗ്രാമുണ്ട് അങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ട് എല്ലാവർക്കും കുളിക്കണം, ഫ്രഷ് ആവണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ റൂം എടുക്കാമെന്നെല്ലാം വിചാരിച്ചു. പിന്നെ പപ്പ പറഞ്ഞു റൂമൊന്നും എടുക്കണ്ട, എവിടെ തന്നെ ഫ്രഷ് ആവാൻ, നമുക്ക് റെഡി ആവാം, അപ്പം വേഗം നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ നിന്ന് ബാത്റൂമിൽ നല്ല ക്ലീനായ ബാത്റൂമും ടോയ്ലറ്റും നല്ല വൃത്തിയുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി നല്ല സുന്ദരന്മാരെല്ലാം ആയിട്ട് മെല്ലെ അവിടെ നിന്ന് വീട്ടിലായി. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. രാവിലെ ഇവര് അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഒരു കൊച്ചിനെ എന്നെ ഏൽപ്പിച്ചിട്ട് എന്നെ ഉറങ്ങാൻ പറ്റില്ല. ഇവരെല്ലാവരും സുഖമായിട്ട് ഉറങ്ങി. ഇപ്പൊ എല്ലാവരും പല്ലിയൊക്കെ കണ്ട് നാസ്ത കഴിച്ച് ഇപ്പൊ അത് വണ്ടിയിൽ കുളിച്ചു. ഹിന്ദുസിന്റെ ലളിത സഹസ്രനാമം ഉണ്ടായിരുന്നു, അംബിക ചേച്ചിയുടെ വക മറ്റേ ജപം ഉണ്ടായിരുന്നു, അമ്മയുടെ വക ഒരു വാദ്യം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കഴിഞ്ഞ് നമ്മളിപ്പോ ദർശനത്തിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ മെല്ലനെ വിട്ടു. ഗോൾഡൻ മെലഡീസ് ടീം എന്ന് പറഞ്ഞ അടിപൊളി ടീമായിരുന്നു. അങ്കിൾമാരും ആൻറ്റിമാരും എല്ലാവരും നല്ല സൂപ്പർ ടീമായിരുന്നു. എല്ലാവരും കൂടി നമ്മൾ ആർമി ലൈഫിലായതുകൊണ്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ സോഷ്യലൈസ് ആയിട്ട് ആൾക്കാരെപ്പം ഇങ്ങനെ മിങ്കിളായിട്ടില്ല. കാരണം നമ്മൾ ആർമിയിലുണ്ടാകുമ്പോൾ ആർമിയിൽ കുറച്ചുള്ള ആൾക്കാർ മാത്രമേ വെൽഫെയർ ഉണ്ടാവും, പ്രോഗ്രാം ഉണ്ടാവും, റെജിമെൻ്റ് പ്രോഗ്രാം ഉണ്ടാവും, അങ്ങനെ കുറച്ചുള്ള സാധനങ്ങൾ മാത്രം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെതായ ആ ബൗണ്ടറിൻ്റെ ഉള്ളിലുള്ള സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ടൈം പൂനെയിൽ വന്നതിന് ശേഷം നമ്മളിങ്ങനെ ആൾക്കാരെപ്പോഴും സംസാരിക്കാനും കൂടാനും ഇങ്ങനെ പ്രോഗ്രാമിന് പോകാനും എല്ലാം തുടങ്ങിയത് ഫസ്റ്റ് ടൈം പൂനെയിൽ വന്നിട്ട് ഗോൾഡൻ മെലഡീസിൻ്റെ ഗ്രൂപ്പിൽ ശേഷം. നമ്മൾ സ്റ്റേഷനിൽ 2 ഓട്ടോ പിടിച്ചിട്ട്
200 rupees പെർ ഓട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ ഒരു ഓട്ടോ പിടിച്ചു, സംഗീതങ്ങളും വേറെ ടീമും വേറെ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ഫൈനലി എത്തി. അപ്പോൾ അതിലേക്കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഗേറ്റ് നമ്പർ 2 വഴിയിലേക്കൂടെ നമ്മൾ പോയി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ്. നമ്മളങ്ങനെ സാധനമെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് വിട്ടു. നമ്മൾ ആ ഷോപ്പിലായിരുന്നു എല്ലാ സാധനവും, ഫോണും ബാഗും എല്ലാം വെച്ചത്. നമ്മൾ ഫൈനലി നമ്മൾ അവിടെ നിന്ന് വിട്ടു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ 10 മണിക്ക് ഉള്ളിൽ കയറിയിട്ടാണ് വൈകുന്നേരം 5 മണിക്ക് പുറത്തിറങ്ങിയത്. അപ്പോൾ ലഡ്ഡു വാങ്ങി, എല്ലാം വാങ്ങി. അതൊന്നും കേൾക്കില്ലല്ലോ. നല്ല ദർശനം, അടിപൊളി ദർശനം. ഞങ്ങൾ ഫുഡട്ടെ, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഫുഡ് ഉച്ചക്ക് കഴിച്ചിട്ടില്ല. വൈകുന്നേരം ഉച്ചക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫുഡല്ല, കുറച്ച് ലേസും വെള്ളവും എല്ലാം ആയിട്ട് കുറച്ച് അങ്ങനെ കഴിച്ചു. രാവിലെ കയറിയതല്ലേ, അപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം ഫുൾ ടയേർഡായി പോയിനി. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് 5 മണി ആകുമ്പോൾ ഇറങ്ങി. നല്ല അടിപൊളി ദർശനം, നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിനി. ഇത് കണ്ടാൽ മാത്രം പോലെ, സായിബാബയെ കണ്ടാൽ മാത്രമല്ല, നമ്മൾ കൂടുതൽ ആൾക്കാരും നല്ല പോസിറ്റീവായിരുന്നു. ആൾക്കാർ പിള്ളേരാണെങ്കിൽ നല്ലോണം കോപ്പറേറ്റ് ചെയ്തിട്ട് ആരും കരഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല, നല്ല വൃത്തിക്ക്. അപ്പോൾ എല്ലാവരും ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുപോകാണ്ട് കുറച്ചെല്ലാം അടിപൊളിയാക്കി. നമ്മൾ ഈ വഴിയിലേക്ക് കൂടിയാണ് നമ്മൾ ഉള്ളിൽ കയറിയിട്ടാ വലിയ ക്യൂ നിന്നിട്ട് ഇതിൽ കൂടി കയറി. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തി. അപ്പോൾ വൈകുന്നേരം ആയിന് 6-7 മണി ആയിനേനു. അപ്പം നമ്മൾ അവിടെ തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരെയായിട്ട് നമ്മളെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ പ്രസാദാലയം ഉണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ ട്രെയിൻ ഉണ്ട്. അതുകൊണ്ട് ഇതിന് വെയിറ്റ് ചെയ്ത് നിന്നാലും നമുക്ക് ട്രെയിൻ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട്, ട്രെയിൻ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് അതിനപ്പുറം തന്നെ 50 rupees പെർ ഹെഡായിട്ട് സ്പെഷ്യലായിട്ട് എക്സ്ട്രാ പേ ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും കയറിപ്പോയി. അവിടെ നിന്ന് എക്സ്ട്രാ പൈസ കൊടുത്ത് ഫുഡ് കഴിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു, പറയാൻ വേറെ വാക്കുകളില്ല. അടിപൊളി ഫുഡ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ ആദ്യം വിചാരിച്ചത്, പുറത്തുനിന്ന് അഥവാ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മിസ്സാവുമായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ചാവൽ, ദാല്, ചപ്പാത്തി, പിന്നെ 3 ഡിഫറെൻറ്റ് കറി, നല്ല കട്ട തൈര്, നല്ല ഒരു പൊടി, നല്ല എരിവുള്ള പൊടി, ഉള്ളി, നല്ല അടിപൊളി അൺലിമിറ്റഡ് ആയ ഫുഡായിരുന്നു. പുറത്ത് പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം മിസ്സാവുമായിരുന്നു. നമുക്ക് ഈ ഫുഡ് നല്ല പൈസയും ആവുമായിരുന്നു പുറത്ത് കഴിച്ചാൽ. അപ്പം നല്ല അടിപൊളി ഫുഡും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലനെ വിട്ടു. അപ്പോൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു. രാവിലെ മുതലേ ഉള്ളിൽ കയറിയോണ്ട് ശരിക്കും ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഷോപ്പിങ്ങും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും സാധനം വാങ്ങാനും പറ്റിയില്ല, ഒന്നും കറങ്ങാനും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ വൈകുന്നേരം എല്ലാം ദർശനമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാനാകുമ്പം അവിടെ ചെറിയൊരു ഷോപ്പിലെല്ലാം കയറി കുറേ ആൾക്കാർ ഷോപ്പിംഗ് എല്ലാം ചെയ്തു, സാധനമെല്ലാം വാങ്ങി. പിന്നെ നമ്മൾ സായിബാബേൻ്റെ ഒരു മൂർത്തി വാങ്ങിനേനു. പിന്നെ എൻ്റെ ഫ്രണ്ടിന് ഞാൻ ഒരു കുഞ്ഞു മൂർത്തി വാങ്ങിച്ചു, പ്രസാദമെല്ലാം വാങ്ങിച്ചിനേനു. പിന്നെ നമ്മളെ സംഗീതങ്ങൾ, നമ്മളെ ഗോൾഡൻ മെലഡീസിൻ്റെ മുതലാളിയായ സംഗീതങ്ങൾ അടിപൊളി അങ്കിളാണ്. അങ്കിളെല്ലാം ടയേർഡായി പോയി. എന്നിട്ട് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മെല്ലൻ അവിടെ നിന്ന് ഓട്ടോവും പിടിച്ചിട്ട് അങ്ങനെ സെയിം വന്ന പോലെ തന്നെ 2 ഓട്ടോവും പിടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയി. കുറച്ച് ആൾക്കാർ ആദ്യത്തെ ഓട്ടോയിൽ പോയി, കുറച്ച് ആൾക്കാർ വേറെ ഓട്ടോയിൽ പോയി. നമ്മൾ ഫൈനലി നമ്മൾ ട്രെയിനിൽ സ്റ്റേഷനിലെത്തി. ട്രെയിൻ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ടായിനി. അപ്പോൾ എത്ര മണിക്കായിരുന്നു ട്രെയിൻ? 9:30 ട്രെയിൻ. 9:30 ട്രെയിൻ കയറി നമ്മൾ രാവിലെ 2:30 ആകുമ്പോഴത്തേന് എത്തുക പൂനെയിൽ കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും ഇടാം. ആർക്കെങ്കിലും പോകണമെങ്കിലും എവിടെ നിൽക്കണമെങ്കിലും എല്ലാം ഞാൻ ഇട്ടുതരാം. ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളുടെ അവസ്ഥയായിരുന്നു ശിരിഡി ദർശനത്തിന് വന്നിട്ട്. രാവിലെ കയറി 10 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയത് 6:30 ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയത്. എന്താ പറയട്ടെ, നിങ്ങളൊക്കെ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ഡേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് വേണം ശിരിഡി ദർശനത്തിന് വരുന്നത്. അല്ലാതെ വന്നേക്കല്ലേ, സാറ്റർഡേ സൺഡേ തിരക്കാണ്. പക്ഷേ ഒന്ന് അന്വേഷിച്ചിട്ട് വരുക ശിരിഡിക്ക്. പിന്നെ പെയ്ഡ് പാസ് എടുത്ത് വരുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. 200 rupees പാസ് എടുത്ത് കയറുവാണെങ്കിൽ 2-2.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ദർശനം കഴിഞ്ഞ് പുറത്തേക്കെത്താം. ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സായി പ്രസാദി വന്ന് ഭക്ഷണം കഴിക്കും. അടിപൊളി ഭക്ഷണം. അത് ഫ്രീ ആയിട്ടുമുണ്ട്. അതേപോലെ 50 രൂപേൻ്റെ പെയ്ഡ് ഭക്ഷണം, അൺലിമിറ്റഡ്. ഒരു പെർ ഹെഡ് 50 rupees. പെർ ഹെഡ് 50 rupees.
छोटा बच्चे को 30 रुपये. 10 മണിക്ക് കയറി നമ്മൾ വൈകിട്ട് 5:20 നമുക്ക് ദർശനം കിട്ടിയത്. അതുപോലെ കുട്ടികളെയും കൊണ്ട് പോകുന്നത് നിർബന്ധമായിട്ടും അവർക്ക് ഫ്രൂട്ട്സ് കൊണ്ടുപോവുക, വെള്ളം കൊണ്ടുപോവുക, അത് അവർക്ക് കഴിക്കാനുള്ള ചെറിയ ചെറിയ സ്നാക്സുകൾ കൊണ്ടുപോവുക. അത്രമാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഗോൾഡൻ മെൽഡീസിന്റെ മൊലാലിക്ക് എന്നാ പറയില്ലേ? മൊലാലിക്ക് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ട്രിപ്പായിരുന്നു. പിന്നെ നമ്മൾ ലൈനിൽ 10 മണിക്ക് നിൽക്കാൻ തുടങ്ങിയതാണ്. 10 മണിക്ക് നിന്നിട്ട് നമ്മൾ ഒരു 2:30-3 മണിക്ക് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് എത്തിയത്. അതിനു മുന്നേ നമ്മൾ നട്ടപ്പൊരിയുന്ന വെയിലത്ത് കുറച്ച് നേരം അന്താക്ഷരമൊക്കെ കളിച്ചു. പ്രസിദ്ധ ഗായകൻ സംഗീത് നമ്പ്യാർ, സംഗീത, പിന്നണി ഗായിക സംഗീത, പിന്നെ അതിൻ്റെ താഴത്തെ ഗായിക സീമ, പിന്നെ സപ്പോർട്ടിങ് ക്യാരക്ടർ സന്ദീപ് ഏട്ടൻ, അനൂപ് ഏട്ടൻ, സേതു ഏട്ടൻ, പിന്നെ നമ്മളെ മെയിൻ ഗായിക ബിന്ദു പരമേശ്വരൻ, DJ ബിന്ദു, ഇവരെല്ലാവരും കൂടി ആ ഒരു നമ്മൾ വെയിൽ കൊള്ളുന്ന സമയം മൊത്തം അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിച്ചു. ആ വെയിലെന്നാണ്, വെയിലിൻ്റെ തീഷ്ണ എന്നാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞവിടെ നമ്മൾ പിന്നെ ലൈൻ സ്റ്റാർട്ടായി. നമ്മൾ ലൈനിലേക്ക് പോയി. ഓരോരു സെക്ഷൻ ഓടി ഒരു കൂട്ടിയോട്ടായിരുന്നു. ഓടിയിട്ട് അവിടെ എത്തിയ അവസാനം നമുക്ക് സായി ഭഗവാൻ നിശ്ചയിച്ച ആ സമയപരിധിയിൽ നമുക്ക് ദർശനം കിട്ടി. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. നല്ല സൂപ്പർ അടിപൊളി ഭക്ഷണമായി. ജിയോ ഭക്ഷണമായിരുന്നു. ഞാൻ നല്ലോണം കഴിച്ചു. ഞാൻ 6 ചപ്പാത്തി 2 പ്ലേറ്റ് ചോറും കഴിച്ചു. കുറച്ചുകൂടി പറയണ്ടേ? കൂട്ടി. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അംബിക ചേച്ചിയും തുഷാരടി അങ്കളും ജലചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ അനൂപിൻ്റെ അമ്മയുണ്ടായിരുന്നു. അവർക്ക് വേണ്ടതായ ഒരു ക്യൂവിൽ അവർ പോയി. 12 മണിയാകുമ്പോൾ അവർ ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തി. നമ്മൾക്ക് ദർശനം ഇച്ചിരി താമസിച്ചു. എന്നാലും നല്ല ദർശനം, അടിപൊളി. അതിൻ്റെ അകത്ത് നമ്മൾ സന്നിധാനത്ത് എത്തുമ്പം ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു എല്ലാവർക്കും. അത്രയും ഉണ്ടായിരുന്ന ആ വിഷമം നമുക്ക് മാറിക്കിട്ടി. പിന്നെ തിരക്ക് എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്, ഒരു ജാതി തിരക്ക്. അതുകൊണ്ട് പിന്നെ നമ്മൾ അകത്ത് ഇതിൻ്റെ അമ്പലത്തിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നമുക്ക് ആ സായിബാബിനെ കണ്ട പോസിറ്റീവ് എനർജി സംഗീതം പറഞ്ഞു. പക്ഷേ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പിന്നെയും ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ലൈനിൽ നിന്നിട്ട് ചിലപ്പോൾ ഇനിയും പോകണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഇനിയും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വരാത്തവർക്ക് അടുത്ത ചാൻസുമായിട്ട് നമ്മളിവിടെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. അടുത്തത് എന്താ പറയാനില്ലേ? അവിസ്മരണീയമായ യാത്ര, ഒരിക്കലും ഈ യാത്ര മറക്കൂല. പിന്നെ ബാക്കി എല്ലാവരും പറഞ്ഞില്ലേ? ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല ദർശനം കിട്ടി. ഞങ്ങൾക്ക് പെട്ടെന്ന് അകത്ത് പോകാൻ പറ്റി. ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ദർശനം ചെയ്ത് പുറത്തേക്ക് വന്നു. വളരെ സന്തോഷം. हेलो नमस्ते. शिरडी यात्रा में बहुत दुख हो गया. शिरडी പോയി ഒരുപാട് ദുഃഖത്തിലായി പോയി. 2 ട്രിപ്പായിട്ട് 2 അലകലകായിട്ടാണ് ഞങ്ങൾ പോയത്. ആദ്യം പോയവർ എളുപ്പം ഇറങ്ങി വന്നു. പിന്നെ പോയവർ വരാൻ ഒരുപാട് വൈകി. വളരെ ഞങ്ങൾ ബുദ്ധിമുട്ടി. പുറത്തിരുന്നവരെല്ലാം നിലവിളിച്ചു. പല പ്രാവശ്യം കംപ്ലൈൻറ്റ് ചെയ്തു. യാതൊരു രക്ഷയില്ല. വന്നത് 6 മണിക്കാണ്. അതുവരെ ഞങ്ങൾ നീറി അവിടെ ഇരിക്കുകയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നാൽ യാത്ര പരമാനന്ദ സുഖമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പുനായിലോട്ട് തിരിക്കാൻ ട്രെയിൻ വന്ന് കിടക്കുന്നു. കയറാൻ പോകുന്നു. ഓക്കെ. രാവിലെ വന്നിട്ട് നമ്മൾ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ 4 മണിയായിട്ട് ലൈനിൽ കയറി. 5 മണിയായി ദർശനം കിട്ടി. ഭയങ്കര തിരക്ക്. അങ്ങനെ എല്ലാവരും എക്സ്പീരിയൻസ് കണ്ടില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്രാവശ്യം ഷിരഡിയിൽ വന്നിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്ന ഷിരഡിയിലേക്ക്. പക്ഷെ ഫസ്റ്റ് ടൈം വന്നാലും ഗോൾഡൻ മെലഡീസിൻ്റെ ടീമിൻ്റെ ഒപ്പം വന്നുകൊണ്ട് അടിപൊളി മെമ്മറബിളായി. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി നല്ല ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫൈൻഡ് ചെയ്ത് നമ്മൾ ട്രെയിനിലെല്ലാം കയറി നമ്മൾ 2:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ പൂനെയിലെത്തി. അപ്പം എല്ലാവരും വണ്ടിയെല്ലാം ഇറങ്ങി ടാറ്റ ബൈ ബൈ എന്നെല്ലാം പറഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് മെല്ലെ പോകാൻ.
നമ്മളെ ബിന്ദു ആൻറ്റിൻ്റെ മോൻ വന്നിരുന്നു ആൻറ്റീനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻറ്റി അങ്ങോട്ട് പോയി. പിന്നെ ബാക്കി എല്ലാവരും വണ്ടിയിലാണ് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ബാക്ക് ഗേറ്റിലേക്ക് മെല്ലനെ പോയി. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ ക്യാബ് പിടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഞാനും പപ്പയും മമ്മിയും കൂടി എല്ലാവരും കെട്ടിപ്പിടിച്ചു, നല്ല സന്തോഷത്തോടെ പോയി. അപ്പോൾ വരാത്ത ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു ട്രിപ്പാണ്. ഇത് അടിപൊളി ട്രിപ്പാണ്. നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു, പക്ഷെ എന്നാലും ആൾക്കാരില്ല, ഗോൾഡൻ മെലഡീസിൻ്റെ ആൾക്കാരില്ലോണ്ട് അടിപൊളി ടീമായിരുന്നു, അടിപൊളി പ്രോഗ്രാമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയും ഇങ്ങനത്തെ പ്രോഗ്രാം ഇങ്ങനെ പുറത്തു പോകാനില്ല ഇത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത ട്രിപ്പ് കാണാം. അപ്പോൾ ഓക്കെ എന്നാ, ബൈ ബൈ, ടേക്ക് കെയർ.